ഹിബോൺ ചാക്കോ എഴുതിയ അമർ എന്ന കഥ. അമർ റിട്ടൺ ബൈ ഹിബോൺ ചാക്കോ, കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ്. അമർ ആക്ഷൻ ഡ്രാമ പാർട്ട് 8. അവനിത് പറഞ്ഞു തീർത്തതും അമറിൻ്റെ പുറത്തിനു താഴെ ആരോ മൂർച്ചയേറിയ ചെറിയ ആയുധം ഉപയോഗിച്ചെന്ന വിധം പൂളി. മുഖം ചുളിച്ച് അവൻ ഇടതുകൈക്ക് അവിടം പൊത്തിപ്പിടിച്ചുപോയി. അടുത്ത നിമിഷം മുഖം വിടർത്തി നോക്കിയ അമർ തൻ്റെയൊപ്പം യുവാവിനെയും പിന്നിൽ തിരിഞ്ഞു നോക്കി പരിശോധിച്ചതിനൊപ്പം ആരെയും കണ്ടില്ല. ഏവരും പബ്ബിൻ്റെ ലഹരിയിൽ ആഴ്ന്നു മരിച്ചിരിക്കുകയാണ്. അവൻ തിരിഞ്ഞ് മുറിവ് വകവയ്ക്കാതെ മുന്നോട്ട് ചുവടുകൾ വെച്ചു, ആളുകളെ ഒരുവിധം വകഞ്ഞു മാറ്റിക്കൊണ്ട്. പെട്ടെന്നൊരാൾ ഇടതുവശത്തു നിന്നുമെത്തി അമറിനൊപ്പം നിന്നുകൊണ്ട് പറഞ്ഞു, സാറിന് ആകെ സമയം മോശമാണല്ലോ സാറേ, മര്യാദ പഠിക്കാൻ തൽക്കാലം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഇത് പറഞ്ഞു തീർന്നതിനൊപ്പം ആ യുവാവ് ഞൊടിയിടയിൽ ചെറിയ ഏതോ മൂർച്ചയേറിയ ആയുധത്താൽ അമറിൻ്റെ വയറിന് താഴെ പൂളി. അപ്രതീക്ഷിതമായ ഈ സംഭവത്തിൽ തനിക്കേറ്റ മുറിവിനെയും പൂളിയ യുവാവിനെയും കൈകാര്യം ചെയ്യുവാൻ അമർ ബുദ്ധിമുട്ടി ശരവേഗത്തിൽ. ആ സമയത്തിനുള്ളിൽ എന്ന വിധം വന്ന യുവാവും എവിടെയോ അപ്രത്യക്ഷമായി. അമർ അല്പം ബന്ധപ്പെട്ട് ചുറ്റുപാടും വീക്ഷിച്ച് മുന്നോട്ട് ചുവടുകൾ വെച്ചു. അടുത്തൊരു നിമിഷത്തിൽ തൻ്റെ അടുത്തേക്കെത്തിയ മറ്റൊരു യുവാവിനെ അവൻ ഒരു കൈയാൽ പിടികൂടിയതും അവൻ അമറിനെ കുത്തിയതും ഒരുമിച്ചായിരുന്നു. അമർ അവനെ വന്ന വശത്തേക്ക് ആഞ്ഞു തള്ളിയിട്ട ശേഷമാണ് വയറിൽ വലതുവശത്താണവൻ കുത്തിയത് എന്ന് തിരിച്ചറിയുന്നത്. വീണപാടെ ആളുകളെ ചിതറിപ്പിച്ച് അവൻ ഓടിമറഞ്ഞു. എങ്കിലും ഏവരുടെയും ലഹരിക്ക് കോട്ടം തട്ടാത്ത വിധം ഇതുവരെ നടന്ന ഈ പ്രവർത്തനങ്ങൾക്ക് വിരാമം തൽക്കാലമില്ലെന്നുറപ്പിച്ചെന്ന വിധം അമർ പഴയപടി എന്നാൽ പരിക്കുകളുടെ വർദ്ധിച്ച ആഘാതത്തിൽ കൂടി മുന്നോട്ട് ചുവടുകൾ വെച്ചു. ഏകദേശം മുന്നിലേക്ക് എത്തിയതോടെ മുന്നിൽ നിന്നും പ്രായം തോന്നിക്കുന്നൊരു വെളുത്ത വസ്ത്രധാരിയായ ഗൂഢമന്ദഹാസം പേറുന്നൊരു യുവാവ് വേഗത്തിൽ അമറിന് മുന്നിലെത്തി നിന്നു. പിള്ളേര് എത്ര ആഴത്തിലാ പൂളിയേക്കുന്നത് എന്ന് വല്ലതും അറിഞ്ഞായിരുന്നോ? പബ്ബിലെ സംഗീതത്തിമിർപ്പിൻ്റെയും മറ്റ് ആരവ ലഹരികളുടെയും ശ്രദ്ധ ക്ഷണിക്കാതെ യുവാവ് അമറിനോട് ചോദിച്ച ഈ ചോദ്യത്തിനു മുന്നിൽ അവശനായ വിധം അവൻ നിലകൊണ്ടു. തൻ്റെ മുറിവിൽ നിന്നും സാമാന്യം രക്തം നഷ്ടമായി തുടങ്ങി എന്ന പുതിയ തിരിച്ചറിവോടെ. ഏതായാലും പിറകോട്ട് പോകാത്തത് നന്നായി, ഇല്ലേൽ എന്നെ കാണാതെ പിള്ളേര് നിന്നെ പഞ്ഞിക്കിട്ടേനെ. മുറിവുകളുടെ ആഘാതത്തിൽ ശ്വാസം വലിച്ച് അമർഷം വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന അമറിനെ മെല്ലെ താങ്ങാനെന്ന വിധം യുവാവ് ഒരുങ്ങി ഇങ്ങനെ കൂടി പുച്ഛത്തോടെ പഴയപടി തുടർന്നു പറഞ്ഞതും തൻ്റെ വലതുമുട്ടുപൊക്കെ ആഞ്ഞൊരുടി അവൻ്റെ സ്ഥാനത്ത് അമർ നൽകി. എല്ലാം കൊണ്ടും പുളഞ്ഞു മുഖം ചുളിച്ച് അതേപടി യുവാവ് പിന്നോട്ടൽപ്പം നീങ്ങിപ്പോയി മറിഞ്ഞു വീണു. ഒറ്റയ്ക്ക് തന്നെ വന്നവനാടാ ഞാൻ, ചുണയുണ്ടേൽ വാടാ. അടുത്ത നിമിഷം എല്ലാം മറന്നെന്ന വിധം അമർ ഇങ്ങനെ അലറി. അപ്പോഴേക്കും ഇരുവശത്തു നിന്നും പെടുന്നനെ 2 യുവാക്കൾ പ്രത്യക്ഷരായി. ഒരാളെ അവൻ പിടിച്ചപ്പോൾ മറ്റേയാൾ ശരവേഗത്തിൽ ഒരു വശത്തായി കുത്തിയിരുന്നു. അടുത്ത നിമിഷം തന്നെ അവനെ തള്ളിമാറ്റിയ അമർ പക്ഷേ ആദ്യം പിടിച്ചവൻ്റെ പൂളിന് പാത്രമായി. എങ്കിലും ഉടനടി തന്നെ അമർ ഇരുവരെയും ആഞ്ഞു തള്ളി മറിച്ചിട്ടു. ചുറ്റും നിലകൊണ്ടിരുന്ന പബ്ബിലെ ആളുകൾ ഒന്ന് ചിതറി മാറി തുടങ്ങി. മുറിവിൻ്റെ ആധിക്യം മൂലം ഒന്ന് പിറകോട്ട് വേച്ച അമർ രക്തമൊലിപ്പിച്ച് മുന്നിൽ ചവിട്ടേറ്റ് കിടന്ന ശേഷം എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നവൻ്റെ നേർക്ക് നടന്നു. തങ്ങളുടെ നേതാവിനെ പിടിച്ചെണീപ്പിക്കുവാൻ 2 പേർ എത്തിയിരുന്നു അപ്പോഴേക്കും. എന്നാൽ അമർ വേഗത്തിൽ വീണ്ടും അവനെ ഉൾപ്പെടെ ആഞ്ഞു ചവിട്ടിയിട്ടു. മുറിവുകളുടെ ആധിക്യത്താൽ വലയുമ്പോഴും അങ്ങേയറ്റം രൗദ്രത ആർജിച്ചുകൊണ്ടിരിക്കുന്ന അമറിനെ പെട്ടെന്ന് 2 പേർ എത്തി വീണ്ടും പൂളിപ്പോയി. തങ്ങളുടെ വഴിയിലെ ആളുകളെ ചിതറിച്ചായിരുന്നു ആ കൂട്ടരുടെ വരവ്. അടുത്ത നിമിഷം തന്നെ അമറിനെ പിന്നിൽ നിന്നും അത്യാവശ്യം വലിപ്പമുള്ളൊരു കത്തിയാൽ ഒരുവൻ കുത്തി. ജീനയെ ശല്യം ചെയ്തവരിൽ പ്രമുഖൻ തുടക്കക്കാരൻ. അമർ കുത്തേറ്റു നടന്നുയെന്ന് നേതാവായ യുവാവിൻ്റെ വെളുത്ത വേഷധാരിയുടെ ദേഹത്തേക്ക് വീണു. യുവാവും കൂടെയുള്ള 2 പേരും അമറിൻ്റെ ആഘാതത്തിൽ വീണ്ടും വീണുപോയി. തീർത്തും അവശനായ അമറിനെ തൻ്റെ ദേഹത്തു നിന്ന് മറിച്ചിട്ട് എഴുന്നേൽക്കാൻ യുവാവ് ശ്രമിച്ചതും കുത്തിയവൻ മന്ദഹാസത്തോടെ നോക്കി നിൽക്കെ അവൻ കുത്തിയിറക്കിയ കത്തി അവസാന ശക്തിയും എടുത്തെന്ന വിധം വലിച്ചൂരി അമർ വെളുത്ത വസ്ത്രധാരിയായ നേതാവിൻ്റെ പുറത്ത് ആഞ്ഞ് 3 കുത്ത് മാറ്റി മാറ്റി കുത്തി ശരവേഗത്തിൽ. 3ാമത്തെ കുത്ത് ആഴത്തിൽ പിടലിക്ക് താഴെ ഏറ്റതോടെ ഏതാനും നിമിഷങ്ങൾ പോലും വേണ്ടി വന്നില്ല നേതാവിന് നിശ്ചലതയിലേക്കുള്ള വഴി തെളിയാൻ. അപ്പോഴേക്കും പബ്ബാകെ നിശ്ചലമായിരുന്നു, അതിൻ്റെ തനത് സൗരഭ്യത്തിൽ നിന്നും സൗന്ദര്യത്തിൽ നിന്നും. ലഹരി മറന്നെന്ന വിധം ആളുകൾ രംഗത്തിൽ ഭയചകിതരായി പുറത്തേക്ക് ഓടിയിറങ്ങി തുടങ്ങിയിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ നടന്ന ഈ സംഭവങ്ങൾക്കിടയിൽ എന്തു ചെയ്യണമെന്നറിയാതെ സ്തബ്ധരായിപ്പോയി ഗുണ്ടകളായ യുവാക്കൾ. വീണ്ടും അവശതയിലേക്ക് രക്തം നഷ്ടമായി കൂടി പതിക്കവേ അമർ ഒന്നുരുണ്ട് അല്പം നീങ്ങി ഉദ്ദേശം മലർന്നു കിടന്നു.
അപ്പോഴേക്കും വെടിയുതിർത്ത് രംഗം തിരിച്ചറിഞ്ഞെന്ന വിധം കോൺസ്റ്റബിൾ പ്രവീൺ ഓടിയെത്തി. ചിതറി മാറി ഇറങ്ങുന്നവരെ മറികടന്ന് എന്തോ പരസ്പര ഭാവം പെട്ടെന്ന് പ്രകടമാക്കി അമറിനെ ലക്ഷ്യം വെച്ച യുവാക്കൾ ചിതറിയോടി മറഞ്ഞു. ചുറ്റും ചിതറി നോക്കി പ്രവീൺ ഒരു കൈയിൽ തോക്കും മറുകൈയാൽ കൂടി ഞെരങ്ങി ബോധം മറയാറായ അമറിനെ വാർന്ന രക്തത്തിൽ നിന്നും താങ്ങിയെടുത്ത് ഒരു തവണ കൂടി വെടിയുതിർത്തുകൊണ്ട് പുറത്തേക്ക് ധൃതിയിൽ നടന്നു. ഒന്നുമില്ല സാറേ, ഒന്നുമില്ല സാറേ, ഞാൻ സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടുണ്ട്. അമറിൻ്റെ അവസ്ഥയെ പരിഗണിച്ചെന്ന വിധം ആ നടത്തത്തിൽ തന്നെ പ്രവീണിന് ധൃതിയോടും അങ്ങേയറ്റം ആത്മാർത്ഥത തോന്നിക്കും വിധവും ഇങ്ങനെ പറയേണ്ടി വന്നു. ഒരുവിധം അമറിനെ താങ്ങി വാഹനത്തിൽ കയറ്റിയിരുത്തിയ ശേഷം ശരവേഗത്തിൽ കയറി വാഹനം സൈറൺ ഓൺ ചെയ്ത് തിരിച്ച് ഹോൺ കൂടി മുഴക്കി ചുറ്റുപാടും ചിതറി മാറിയിരുന്നവരെയും മറ്റും അകറ്റി പ്രവീൺ മുന്നോട്ട് പായിച്ചു, രാത്രിയുടെ ആധിക്യത്തെ കീറിമുറിച്ചുകൊണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ളൊരു പകൽ. ഉച്ച തിരിഞ്ഞതേയുള്ളൂ. ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഒരു സാധാരണ മുറിയിൽ പാതി ആരോഗ്യത്തോടെ വിശ്രമത്തിലാണ് ഇൻസ്പെക്ടർ അമർ. കൂട്ടിന് ചികിത്സയുമായി ബന്ധപ്പെട്ടവയൊക്കെ കാണാം. മുറിവേറ്റ ഇടങ്ങളിലെല്ലാം വെച്ച് കെട്ടിയിരിക്കുന്നു. അടുത്തായി കോൺസ്റ്റബിൾ പ്രവീണും ഒരു പോലീസുകാരിയും ഉണ്ട്. അമർ മെല്ലെ അവർ കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ച് 1-2 നിമിഷത്തെ ഗ്യാപ്പിട്ട ശേഷം പഴയപടി തന്നെ അവരിരുവരോടും ചോദിച്ചു, നിങ്ങൾക്ക് ബുദ്ധിമുട്ടായല്ലേ? ഇതിനോടൊപ്പം വേദനയോട് ചേർന്നെന്ന വിധം ഒന്നവൻ നിശ്വസിച്ചപ്പോഴേക്കും പോലീസുകാരി പറഞ്ഞു ചിരിയോടെ, ആഹാ, സാറിന് നോർമലായി ഇങ്ങനെ സംസാരിക്കാൻ അറിയാമോ? എല്ലാവരും പറയുന്ന അതേ ഡയലോഗ്. ഉടനടി ഒരു മന്ദഹാസത്തോടെ പ്രവീൺ ഇരുവരെയും നോക്കിപ്പോയി ഇത് ശരിവെച്ചു. അമർ സമയമെടുത്ത് തുടർന്ന് പറഞ്ഞു, എന്നോട് ക്ഷമിക്കും നിങ്ങൾ, ഇതൊന്നുമല്ലാതെ മറ്റ് വഴികളില്ലടും. അവരിരുവരും ഇതിനെന്തോ പറയുവാൻ വന്നതോടെ അമർ കയറി പറഞ്ഞു, ഇവിടെ പലതരം ബിസിനസ്സുകളും മറ്റും നമ്മുടെ മുകളിലും താഴെയുമുള്ളവർ നടത്തുന്നുണ്ട്. അവന്മാരുടെ സൗകര്യത്തിനാണ് നമ്മളെ ഉപയോഗിക്കുന്നത്. വയ്യായ്മ മൂലം ഒന്ന് നിർത്തി അവൻ തുടർന്നു, അതിന് കുട പിടിക്കുകയും വേണം. നമ്മൾ തന്നെ എല്ലാത്തിനും സമാധാനം കണ്ടെത്തുകയും വേണം. ഒന്നുകൂടി നിർത്തി അവൻ തുടർന്നു, എല്ലായ്പ്പോഴും തുല്യനീതി കാണിക്കാതിരിക്കാൻ കഴിയുന്നില്ലടോ. അമർ, written by ഹിബോൺ ചാക്കോ, കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ്.